പാഠമുള്ളവരല്ലേ നമ്മൾ? ഇഖ്ലാസ് മനപ്പാഠമുള്ളവരാണ് നമ്മൾ. ആയത്തുൽ കുർസിയും ആമന റസൂലും മനപ്പാഠമുള്ളവരാണ് നമ്മൾ. പലരും യാസീൻ മനപ്പാഠമുള്ളവരാണ് നമ്മൾ. ആയിരക്കണക്കിന് പരിശുദ്ധമായ ഖുർആനിന്റെ ഹർഫുകൾ നമ്മുടെ ഹൃദയങ്ങളിൽ മനപ്പാഠമുണ്ട്. കഞ്ചാവിന്റെ ഒരു അംശം നമ്മുടെ ശരീരത്തിലേക്ക് പോയി തൗബ ചെയ്യാതെ മരിച്ചു പോവേണ്ടി വന്നാൽ, ഇതേപോലെ ആക്സിഡന്റിൽ നമ്മുടെ സുഹൈൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ മരിച്ചതുപോലെ, നമ്മൾ അറിയാതെ പോലീസുകാരൻ കൈ കാണിച്ചപ്പോ നിർത്തിയതാണ്. പക്ഷെ അള്ളാഹുവിന്റെ അലംഘനീയമായ വിധി എന്ന് പറയട്ടെ, പിന്നിലൂടെ വന്ന വാഹനം വളരെ വേഗത്തിൽ വന്ന് ഇടിക്കുകയും അതിന്റെ പേരിൽ ഒരു തെറ്റുപോലും ചെയ്യാതെ പാവപ്പെട്ട ആ ചെറുപ്പക്കാരൻ ലോകത്തോട് ഇവിടെ പറയുകയുണ്ടായി, അല്ലാഹുവേ മഗ്ഫിറത്ത് നൽകണേ അല്ലാ, ആ കുടുംബത്തിന് സമാധാനം നൽകണേ അല്ലാ, ഇതുപോലെയുള്ള അപകടങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാ. പറഞ്ഞു വരുന്നത്, ഇതേപോലെ ഒരു അപകടം നമ്മൾക്കുണ്ടായാൽ, അപകടത്തിലൂടെ മരിക്കേണ്ടി വന്നാൽ, കഞ്ചാവാണ് നമ്മുടെ ശരീരത്തിലുള്ളത്, മയക്കുമരുന്നാണ് നമ്മുടെ ശരീരത്തിലുള്ളത്, പരിശുദ്ധമായ ഖുർആനിന്റെ ഹർഫുകളെല്ലാം നാളെ ഉഖ്റവിയായ ലോകത്ത്, പാരത്രികമായ ലോകത്ത് ഒരുമിച്ച് കൂടിയിട്ട് നമ്മുടെ മൂർധാവ് പിടിച്ച് വലിച്ചു കൊണ്ടുവരുമത്രേ. എന്നിട്ട് നമ്മൾക്ക്